ഹലോ, കേൾക്കാമോടാ? ഓക്കെ അല്ലേ അല്ലോ? ഇവിടെ നന്നായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഏ ആ, ഇപ്പോൾ എങ്ങനെയുണ്ട്? കേൾക്കാവോ? ഓക്കെ. ആ, പുതിയ വിശേഷം തുടങ്ങിയ സത്യത്തിൽ ഇൻ്റർവ്യൂ തുടങ്ങി ടെസ്റ്റ് ചെയ്യുന്നതാണല്ലേ. ആ, പുതിയ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ ഡേറ്റ് ഇല്ല എനിക്ക്. ഞാൻ പിന്നെ ഡേറ്റ് പിന്നെ നമുക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നോക്കാം. നിനക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഉള്ളൂ ഇനിയിപ്പോൾ പുറത്തൊക്കെ കൊടുക്കുന്നത്. ആ, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഓ, വാച്ച് ഓടുന്നില്ലല്ലോ. സാധനം കൂടെ. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാണ്. ആദ്യം ഇതുണ്ടോ? പരിചയപ്പെടുത്തണോ? വേണോ? പ്രിയപ്പെട്ട കലാസ്നേഹികളെ, അതെ, സിനിമാ പ്രവർത്തകർ, നിങ്ങൾക്ക് ഏവർക്കും പേപ്പർ വരയ്ക്കിന്റെ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. ഈ ഇന്റർവ്യൂ എങ്ങനെ നടത്തും എനിക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ കട്ടൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കട്ടൻ ചായ കുടിച്ച് എന്തൊക്കെ ശ്രീരാമിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും അതൊന്ന് ആലോചിക്കുന്നതല്ലേ? നടക്കില്ല. പറയാം, നമുക്ക് പറയാം. തെറ്റല്ലേ? എന്റെ പേര്, എന്നെ കുറിച്ച് നിന്നെ കുറിച്ച് ഞാൻ പറയാം. പരസ്പരം തള്ളാം എന്നാണ്. നിന്നെ കുറിച്ച് ഞാൻ പറയാം, എന്നെ കുറിച്ച്. അല്ല, പേര് ഉൾപ്പെടെ എന്നെ അങ്ങനെ പറയാം. ഇപ്പം ഇത് കെൻഷനെ എനിക്ക് അറിയാമെന്നുള്ളത്, ഞാൻ അറിയുന്നത് 2019 മായന്റെ സിനിമ കാണുന്നത്. മായ ദ സെർച്ച് ഫോർ ഹാപ്പിനെസ് എന്ന് പറയുന്ന മൂവി, ബാബുസേൻ. അതിന്റെ മുഴുവൻ പേര് അതാണ്. മാറി 2 എന്നായിരുന്നു. പിന്നെ സാർ അത് അപ്ലോഡ് ചെയ്ത സമയത്ത് അതിന്റെ ഫൈനലി ആ പേരാണ് സെർച്ച് ഫോർ ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അതിലൂടെയാണ് ഞാൻ കെൻഷിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. നമ്മൾ അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഗൈസ്. പിന്നീട് ഞങ്ങൾ അതിനുശേഷം അപ്പോൾ ഓക്കെ, നല്ല പണം ഞാൻ നീ അത് ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ. കട്ടൻ ചായയാണ് ഗൈസ്. വിളിച്ചു വരുത്തി കട്ടൻ ചായ തന്നിട്ട് വിടാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് തൊട്ട് തുടങ്ങിയ സൗഹൃദമാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ അടുത്ത സിനിമ ആനന്ദ് മൊണാലിസ. ഇതിപ്പോ ആക്ച്വലി നീ എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കുറിച്ച് പറയുന്ന ഓരോ ഇതാണ്. കാരണം എനിക്ക് നിന്നെ കുറിച്ച് പറയാനുള്ള ഇൻഫർമേഷൻ അത് തന്നെയാണ്. ഇത് തന്നെയാണ്. ഇതിപ്പം തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം. ശ്രീറാം എന്താണ് നിന്നെ ആക്ച്വലി വിളിക്കേണ്ടത്? രാമൻ എന്ന് വിളിക്കണം, ശ്രീ എന്ന് വിളിക്കണം, ശ്രീറാം? അത് സംഭവം എന്ന് പറയാം, എനിക്ക് അറിയാവുന്ന അടുപ്പുള്ള ആൾക്കാർ. നോ പ്രോബ്ലം. എനിക്ക് അറിയാവുന്ന ആൾക്കാർ ഇപ്പോൾ പല രീതിയിൽ വിളിക്കാറുണ്ടെന്ന്. ഇല്ല, ശ്രീറാം എന്ന് വിളിക്കുന്നവരുണ്ട്, ചിലർ രാമ എന്ന് വിളിക്കും, ചിലർ റാമെന്ന് വിളിക്കും, ചിലർ ശ്രീ എന്ന് വിളിക്കും. എന്ത് വിളിച്ചാലും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ലേ, ഞാൻ എല്ലാം വിളിയേക്കാറുണ്ട്. കെൻഷൻ എന്നെ എന്ത് വിളിക്കാനാണ് ഇഷ്ടം? എനിക്ക് വിളിച്ചോ രാമ. അത് പ്രശ്നമാണ്. രാമാന്ന് വിളിച്ചാൽ മതി. രാമാന്ന് വിളിച്ചാൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പം
സോറി, എൻ്റെ പേര് കേശൻ എന്നാണ്. ഞാൻ പേപ്പർ മാർക്കിൻ്റെ പ്രൊപ്പറേറ്റർ കം എഡിറ്റർ കം റൈറ്റർ ആണ്. ഇപ്പം ഒരു സെൽഫ് പ്രൊക്ലൈംഡ് ഫിലിം മേക്കറാണ്, ഒരു ഫെയിൽഡ് എഡിറ്ററാണ്. ഫെയിൽഡ് അതെന്താ അങ്ങനെ? എഡിറ്റിംഗിൽ ഞാൻ ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് പലകുറി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന. സ്വയം തോന്നിയതാണോ അതോ ആരെങ്കിലും പറയുന്നതാണോ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല. എന്തിനപ്പൊ നീ അത് അതിപ്പം ഇങ്ങനെ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വലി അത് ആക്ടിങ്ങിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വൻ പരാജയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അതേസമയം കൊള്ളാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ബാലൻസ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവർ നല്ലതെന്ന് പറഞ്ഞാലും ചീത്തെന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പരിപാടി ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് എന്ന് മനസ്സിലായി. നല്ലതാണോ ചീത്ത, ലൈക്ക് നമുക്ക് എന്താ പറയുക, ആ വർക്ക് ചെയ്യുമ്പം ഇഷ്ടപ്പെടുക എന്നുള്ളൊരു ഐഡിയ ആണ്. നമ്മുടെ സന്തോഷം നമ്മുടെ കുടുംബം നന്നായിരിക്കട്ടെ. വാലിഡേഷന് വേണ്ടിയിട്ട് നീങ്ങുന്ന പരിപാടി ഇല്ല. അത് നല്ല കാര്യം. അങ്ങനെ അമ്മ സ്വപ്നം കാണാണ്. അമ്മയെ കാണാൻ ഇത്ര സൂപ്പറാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അമ്മയുടെ കണ്ണാണ് അടിപൊളി. ഭയങ്കര ഒരു നന്മ, സ്നേഹം. നിനക്കെങ്ങനെയുണ്ട്? ഇപ്പോൾ പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. എനിക്ക് മരിക്കണ്ട. ഇപ്പൊ ഒരു തരത്തിൽ ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്യാൻ തന്നെ എനിക്ക് തോന്നിയ ഒരു കാരണത്തിലേക്ക് വരാം. അത് ആനന്ദ് മൊണാലിസയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അതിൽ ഞാൻ 2-3 സീൻ അല്ലേ, 2-3 സീനുണ്ടല്ലോ. 2-3 സീനിൽ ഉണ്ട്, ഞാനുണ്ട്, നിതിനുണ്ട്. പക്ഷെ എനിക്ക് ശ്രീറാം എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ഞാൻ ആക്ച്വലി എന്താ പറയാ, കണക്ട് ചെയ്യുന്നത്, ഒരു ആക്ടർ ടു ആക്ടർ കണക്ട് ചെയ്തത് ഞാൻ ആക്ച്വലി ആനന്ദ് മൊണാലിസയിലാണ്. ഇപ്പൊ മായയിലൊക്കെ ആണെങ്കിൽ ഓക്കെ, ലൈക്ക് എനിബഡി കുഡ് ബി ആൻ ആക്ടർ, ലൈക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിലിം മേക്കർ, റൈറ്റ്? ലൈക്ക് നോൺ ആക്ടർ ക്യാൻ ബി റിയലി ബ്രില്യന്റ് ആക്ടർ, or a really brilliant actor could like perform as a bad actor. It depends on the filmmaker. പക്ഷെ ആനന്ദ് മൊണാലിസയില് എനിക്ക് ആ ആക്ടർ ആ ക്യാരക്ടറിൽ ഇൻവോൾവ് ആവുന്നതും ആ ഒരു തരത്തില് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു കൂട്ടിയതായിരിക്കും, പക്ഷെ ആ ക്യാരക്ടറിൽ ഒബ്സസ്ഡ് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ലൈക്ക് കാരണം ഞാൻ ഇപ്പൊ നീ ഇപ്പം ഷോർട്ടില്ലാത്ത സമയത്ത് ഞാൻ കാണുന്നുണ്ടല്ലോ നിന്നെ, അപ്പൊ എനിക്ക് നീ ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുന്നതോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ എന്താ പറയാ ആ വേൾഡിൽ ജീവിക്കുന്നവരെ എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ പനിയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് പനിയുടെ കാര്യം ഒരു ഞാൻ ചോദിക്കാതിരിക്കുന്നത്, അത് ആക്ച്വലി ഒന്ന് ആ പനി എന്ന് പറയുന്ന സാധനം അത് നീ ഉപയോഗിച്ചോ ആ പടത്തില്? മരണത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അതെ. ഇത് ഷൂട്ട് തുടങ്ങുന്നതിന്റെ തലേ ദിവസം നമുക്ക് സെറ്റിലുള്ള എല്ലാവർക്കും പനി. അത് ആദ്യം വന്നത് ആർക്കാണെന്ന് അറിയില്ല,
പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷ് സാറ് ഡയറക്ടേഴ്സിനൊക്കെ പനി വന്നു, ഓരോ ആൾക്കാരായിട്ട് പനി വന്ന് ഇങ്ങനെ സൈഡാവുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്കും ബാധിച്ചു പനി. ആദ്യത്തെ ഒരു ദിവസം എനിക്കൊന്ന് 1-2 ദിവസം കൊണ്ട പനി ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നാമത് ആ വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയും എനിക്കത് അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. പ്രസീ പോലെ തോന്നി. ആ വന്ന് ആ പനിയും വന്നു. പക്ഷെ പനി വന്ന ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി പനി കൂടിയിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയി പോകുമോ എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. അല്ലാതെ വന്ന് അപ്പോൾ സന്തോഷ് സാറും പറഞ്ഞത് അതാണ്, എന്ന് വെച്ചാൽ നല്ലതായി, കുഴപ്പമില്ല, അത് ചിലപ്പോൾ ഇത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അന്നേരം ആ പനി വന്നത്, അങ്ങ് പോയി, നല്ലൊരു ഇതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ കയ്യിലല്ലല്ലോ പല കാര്യങ്ങളും. നല്ല കേട്ട മധുരം ഇല്ലല്ലോ, ഉണ്ടോ? പക്ഷെ മധുരം ഇട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചില കാര്യങ്ങള് നമ്മുടെ ഒരു റൊട്ടീനുകളുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില സാധനങ്ങൾ, ഇപ്പൊ മധുരം ഇടുക, അല്ലെങ്കിൽ സ്വീറ്റ് വലിയ തന്നെ രാവിലെ നെറ്റ് സ്വീറ്റ് കാണുമ്പോൾ ചില സാധനങ്ങൾ നമ്മൾ യൂസ് ടു ഇറ്റ്. അത് അങ്ങനെ എന്തെങ്കിലും അത് ഈ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ശ്രീറാം അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ? ലൈക്ക് ഇപ്പൊ ഒരു ഫസ്റ്റ് ഒരു ക്യാരക്ടർ വരുമ്പോൾ ക്യാരക്ടർ ശ്രീറാമിന്റെ അടുത്ത് ഒരാള് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു റിഫ്ലക്സ് ആയിട്ട് തോന്നുന്ന സാധനം എന്തായിരിക്കും പറയുമ്പോഴത്തേക്ക്? ഏത് രീതിയിലായിരിക്കാം? എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ അതിനകത്ത് ഒരു സാധനം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എഴുതുക എന്നുള്ളതാണ്. ഞാൻ നോട്ട് ചെയ്ത് എഴുതുക, എന്നിട്ട് പിന്നെ അതിന് ഓട്ടോമാറ്റിക്കലി അത് വർക്കാവും എന്നുള്ളൊരു ഐഡിയയിൽ പോകും. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയലോഗ്സിന്റെ കാര്യമാണോ അതാ ക്യാരക്ടർ? ഡയലോഗ്സ് ഒരു ഫണ്ടമെന്റൽ ഒരു സാധനമാണ്. പല ആക്ടേഴ്സും പറയുന്നത് ഒരു ആക്ടറിന്റെ ജോലി എന്ന് വെച്ചാൽ ലൈൻ പഠിക്കുക, ബ്ലോക്കിംഗ്, ആ സ്ഥലത്ത് പോയി നിൽക്കുക. ഇത് പഠിച്ചാൽ ബേസിക്കലി ആക്ടർ ആയിരുന്നു പറയുന്ന ആക്ടേഴ്സ് ഉണ്ട്. ഡയലോഗ് വൃത്തിയായിട്ട് പഠിക്കുക, ഡെലിവറി ചെയ്യാൻ പറ്റുക. ഡയലോഗ് പഠിക്കുക, അതൊരു ഒരു കോൺഫിഡൻസ് ആണ്. ഡയലോഗ് നമുക്ക് മീൻസ് നമ്മുടെ കയ്യിൽ ഡയലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയലോഗ് പഠിക്കുക എന്നുള്ളത് എനിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് ചിലപ്പോൾ നമ്മുടേതായ മോഡുലേഷനിൽ ചില രീതികളിലൊക്കെ മാറ്റി പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ ഒരു അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ഇതിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഡയറക്ടേഴ്സ് പറയും, സിറ്റുവേഷൻ പറയും, അത് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടോ, നിങ്ങൾ ചെയ്തോ. ചിലപ്പോൾ അന്നേരം അങ്ങനെയുള്ളത് ഓക്കെ. പക്ഷെ അല്ലാതെ ചിലപ്പോൾ പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റൊക്കെ ഉള്ള ഒരു ഫിലിം നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സന്തോഷ് സാറിൻ്റെ പടത്തിലൊക്കെ ആണെങ്കിൽ സാറ് ആദ്യമേ പറയുന്നത് ഡയലോഗ് ഉള്ള സംഭവം അത് കറക്റ്റായിട്ട് പഠിക്കുക. അവരെഴുതി വെക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ, നമ്മുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താം. പക്ഷെ നമ്മൾ റിഹേഴ്സൽ അറിയാമല്ലോ, 5 ദിവസത്തെ റിഹേഴ്സൽ. ഇപ്പോൾ പോകുമ്പോഴത്തേക്ക് കുറേ ഒരു 5 ദിവസം റിഹേഴ്സൽ ഉണ്ടാവും. അവിടെ ക്യാമറ കുഴപ്പമില്ലല്ലോ. അപ്പം ഈ ഒരു 5 ദിവസത്തെ റിഹേഴ്സൽ, ആ 5 ദിവസത്തെ റിഹേഴ്സലിന് സത്യം പറയാൻ നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞൊരു ഫീലാണ്. എല്ലാവരും അതിനകത്ത്, എല്ലാ ആർട്ടിസ്റ്റുകളും അതിനകത്ത് തന്നെ പഠിക്കേണ്ടതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ എല്ലാം നമുക്ക് വല്ലാത്തൊരു ഒരു ആത്മവിശ്വാസം തോന്നും. അന്നേരം നമ്മൾ ആ ടേക്ക് സമയത്ത് അവിടെ പോയിരിക്കുമ്പോൾ തന്നെ ഓക്കെ ആ ചെയ്ത സംഭവങ്ങളൊക്കെ മനസ്സിലറിയാതെ വരും. അപ്പോൾ റിഹേഴ്സലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമായിട്ട് തോന്നിയിട്ടുള്ളൂ റിഹേഴ്സൽ. പിന്നെ അതിൻ്റെ കൂടെ റിഹേഴ്സൽ ചെയ്യുമ്പോൾ വർക്ക്ഷോപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതലതായിട്ട് തോന്നുന്നത്. ഭയങ്കര ഒരു കോൺഫിഡൻസ് ആ സംഭവം തരുന്നത്. പിന്നെ എന്താ വെച്ചാൽ സാറ് ഇങ്ങനെ സാറല്ല, അപ്പോൾ ആരാണെങ്കിലും ആദ്യം ഒരു ക്യാരക്ടറെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒന്നും തോന്നുന്നു പെട്ടെന്ന് എന്താണ് എനിക്ക് ഓർമ്മയില്ല എന്താണ് തോന്നുന്നത്. ലൈഫിൽ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇതായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ആരെങ്കിലും പരിചയമുണ്ടോ അങ്ങനെ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നതാണ്. റിലേറ്റബിലിറ്റി ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. എന്താണ് എനിക്ക് പല ഇപ്പം ഇതുവരെ ചെയ്തിട്ടുള്ളതിന് മിക്കയിടത്തും എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ പരിചയം മനസ്സിൽ തോന്നിയിട്ടുണ്ട്.
മൊണാലിസയിലും തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു റിലേറ്റീവ് അങ്ങനെ. അപ്പോൾ എനിക്ക് അവരെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ ഓർമ്മ വന്നത് കാര്യങ്ങൾ. പിന്നെ കൂടുതലായിട്ടല്ല, പിന്നെ എന്താ പറയുക, അതിപ്പം എനിക്ക് കൂടുതലായിട്ടൊന്ന് ആളെക്കുറിച്ച് പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പം ഫസ്റ്റ് തോന്നിയത് ആ ആളെ കുറിച്ചാണ്. ഞാൻ പോയി കാണുമ്പോഴത്തേക്കും എന്നോടുള്ള ആ ഒരു ഇതും എഡിറ്റിംഗ് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണോ എഡിറ്റിങ്ങിൽ പരാജയമാവുന്നത്? അത് മാറ്റണോ? അത് കുറച്ചും കൂടെ വെട്ടത്തിൽ വെക്കണോ? അല്ല, അത് വെട്ടത്തിൽ വെക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ ലൈറ്റ് ഇട്ട് വെക്കാൻ പറ്റില്ല. ഇല്ലല്ലേ, അത് കത്തുന്നുണ്ടോ? അപ്പൊ നമ്മൾ രണ്ടുപേരും കിട്ടും. ഇത് വൈറ്റ് ആയതുകൊണ്ട് ഇതിൽ നന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. ഒരു കാര്യം ചെയ്താലോ, ഇങ്ങനെ വെച്ചിട്ട് നീ ഇങ്ങോട്ട് കുറച്ച് നീങ്ങിയിരുന്നാലോ. നമ്മൾ പിന്നെ നല്ല ഒരു നമ്മൾ നല്ലൊരു ഫ്രെയിം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ അല്ലേ ഇവിടെ വന്നിരുന്നത്. പക്ഷെ ആ ക്യാമറയിൽ അവിടെ വൈറ്റ് മഴമാണ് നോക്കാം. ഫുള്ളിതാ നമ്മൾ രണ്ടിൽ നിന്ന് കത്തുന്നു. എനിക്ക് കുഴപ്പമുണ്ടോ? എഡിറ്റിംഗ് പ്രശ്നം പോയി. എഡിറ്റിംഗ് നോക്കി പരാജയമാണ്. അങ്ങോട്ട് അയ്യോ ഇങ്ങനെ ഇരിക്കുന്ന ഓക്കെ. അത് ഭയങ്കര ഇതായിപ്പോയടാ. അത് ഇതാണോ വെള്ളി വെളിച്ചം? പക്ഷെ അത് കുറച്ച് ഷോ കേട്ടോ. നിന്നെ കാണാൻ പോലും വരുന്നില്ല. എന്നെ കാണണ്ടേ? എന്നെ ആൾക്കാർ കണ്ടോ? നിന്റെ തല നിന്റെ ഫുൾഫിഗർ അപ്പൊ അങ്ങനെ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ആനന്ദ് മൊണാലിസ. ആനന്ദ് മൊണാലിസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പിന്നെ ആക്ടേഴ്സ്, കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, ഏറ്റവും വലിയ കോൺഫിഡൻസ് അവർ തന്നെയാണ്. ബ്രദേഴ്സ് പിന്നെ സാധാരണ പറയുമ്പോൾ ഒരു ഫ്രീഡം ഭയങ്കര ഒരു കാര്യമാണ്. ഫസ്റ്റ് പടം ഒറ്റയാൾപാത ആ സിനിമയിലാണ് ഞാനൊരു ശരത് സഭ പുള്ളിയായിട്ടൊക്കെ അതിലൊരു ചെറിയ സീനിൽ വന്നത്, കുളിക്കുന്ന ഒരു സീൻ. പിന്നെ അതിന് ശേഷം സാറിൻ്റെ ഒരു മറവി സിനിമയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഞാനില്ല. പിന്നെ അതിനുശേഷം സുനേത്ര എന്ന് പറഞ്ഞ സിനിമ എടുത്ത് അതിലാണ് ലീഡിങ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം വന്നു. ഒറ്റയാൾപാത എൻ്റെ ഫ്രണ്ട് അരവിന്ദുണ്ട്. സുരേഷ് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ സുരേഷ് ചേട്ടനായിരുന്നു. അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ മോൻ അരവിന്ദ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ സാർ ഇതുപോലെ ഇങ്ങനെ എനിക്ക് എല്ലാത്തിനും ഒരു പരിചയത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ കാര്യമില്ലാതല്ലോ എവിടെയെങ്കിലുമൊക്കെ കണക്റ്റ് ആവുക. ആരെങ്കിലുമൊക്കെ ഭൂമിയിൽ പരിചയം വേണ്ടത്, എന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം.
അപ്പോൾ അപ്പോൾ നെപ്പോട്ടിസം നോക്കി. അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടുള്ള ഫ്രണ്ട്സാണ്. എനിക്ക് ഈ അഭിനയമുഖം ഉള്ളതായിട്ട് അവന് നന്നായിട്ട് അറിയാം. അങ്ങനെ അവൻ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞ് ഇത് അവന് സുരേഷ് ബാബുവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് അവന് ശ്രീറാമിനെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. ഒരു സാറിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് 2015 അപ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 23 തോന്നുന്നു. എനിക്ക് 31. അപ്പോൾ ആ സമയത്താണ് എന്താ ഗ്യാസ്. അപ്പോൾ എന്നിട്ട് അങ്ങനെ പോയിട്ട് സാറിനൊന്ന് വെറുതെ കാണാൻ വേണ്ടി പോയി, ഒരു ഓഡിഷൻ അവിടെ. അപ്പോൾ അവിടെ റിഹേഴ്സൽ ഇത് വർക്ക്ഷോപ്പ് നടക്കായിരുന്നു അവിടുത്തെ, അതിൻ്റെ ഈ ഒറ്റയാൾപ്പാതകൾ. അങ്ങനെ പോയിട്ട് സാറിനെ കണ്ട് സംസാരിച്ചു. സാർ തുടങ്ങിയതിൽ അങ്ങനെ ഇപ്പം കാസ്റ്റിംഗൊക്കെ ആയി, നമുക്ക് അടുത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നല്ലേ തുടങ്ങിയിട്ട് സാർ എനിക്ക് എന്നെ കൊണ്ട് ചെറിയൊരു കാര്യം ചെയ്യിപ്പിച്ചു. ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആദ്യം ഒരു വലിയ സീൻ തന്നു, ഒരു ചായക്കടക്കാരൻ്റെ, എനിക്കിപ്പോഴും ഓർമ്മ, ഒരു ചായക്കടക്കാരൻ്റെ എന്തോ ഒരു സീൻ എനിക്ക് തന്നു. അതെനിക്ക് പറയാൻ പറ്റില്ല. ഒറ്റയാൾപ്പാതയ്ക്ക് വേണ്ടിയല്ല, എന്നെ കൊണ്ടൊന്നും ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നത്. അടുത്തേക്ക് നോക്കാമെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഞാനതിങ്ങനെ നോക്കിയിട്ട് അത് പറഞ്ഞു. നമ്മൾ ഈ ആദ്യമായിട്ടൊക്കെ വരുമ്പോഴുള്ള നമ്മുടെ ആദ്യമായിട്ടല്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ, നെഞ്ചിടിപ്പ് എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഞാനത് തെറ്റിച്ച്, എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം സാർ അത് മാറ്റിയിട്ട് ഒരു ചെറിയ സാധനം തന്നു, ഒരു കുളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനിൽ വെറുതെ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. ഇത് ചെയ്തപ്പോഴത്തേക്ക് സാറിന് ഇഷ്ടപ്പെട്ടു. സാറ് പറഞ്ഞിട്ട് ആ സീൻ തന്നെയാണ് എനിക്ക് അതിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. സാറ് പറഞ്ഞു ശ്രീരാമത് ചെയ്യും എന്ന് പറയും. അന്ന് അവിടെ വെച്ചിട്ടാണ് ഉള്ളൂർ വെച്ചിട്ട് ഉള്ളൂർ മറ്റേ ഉള്ളൂരല്ലല്ലോ, DPA ഉള്ളൂർ സ്മാരക അതുണ്ടോ, അവിടെ വെച്ചിട്ടായിരുന്നു റിഹേഴ്സൽ, ഇത് വർക്ക്ഷോപ്പ് നടക്കുന്നത്. അങ്ങനെ അത് ചെയ്തു. സാർ പറഞ്ഞ ശ്രീറാം ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അയ്യോ ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് ആ ഒരു സീനിലാണ്. പിന്നെ അതിനുശേഷം അവരുടെ തന്നെ 8 സിനിമകൾ ചെയ്തു. കുറെ നാളായല്ലോ. ആടേ കുറച്ച് ദിവസമായി. എന്തൊന്നും പണിക്ക് നേരത്തെ ഇപ്പൊ തന്നെ താമസിച്ചു. ശരി. ശരി. അഖിലേടാ, ആ കാശ് എന്തോന്നടേ, ഒന്ന് ക്ഷമീരടേ. ഒരാഴ്ച കൊടുത്താ 500 രൂപ തന്നെ അല്ലേ? തരാം. വേണ്ട, കുഴപ്പമില്ല, കിട്ടുമ്പോൾ മതി. 2 ആഴ്ചയായി. ഒന്ന് വിടറേ, തരാന്നല്ലേ പറഞ്ഞത്. നിന്റെ ഇന്ന് വാങ്ങിച്ചതേ മണ്ടത്തരമായല്ലേ. ഓ കുഴപ്പമില്ല. ഇരുട്ട്, മായ, ശേഷം സുനേത്ര, ഇരുട്ട്, മായ, പിന്നെ ഭർത്താവും ഭാര്യയും മരിച്ച 2 മക്കളും, പിന്നെ ആനന്ദ് മൊണാലിസ. ഇതിനിടയിൽ ദ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് സിനിമ, ദ ബ്ലോഗ്, അതിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2 സീൻ. നീ കണ്ടില്ലല്ലേ സിനിമ കണ്ടില്ല? പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ബ്ലോഗിൽ നമ്മുടെ ചിന്മയെ കുറിച്ച് ചോദിച്ചില്ലേ, ചിന്മയ് എന്ന് പറയുന്ന ആക്ടറുണ്ട്. നിങ്ങളിപ്പം അങ്ങനെ നിങ്ങൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. അത് അതിൽ നീ ഒരു സീൻ ഉണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ശരിയാണ്, ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കൊറോണ സമയമായതുകൊണ്ട്. വർക്കറിന്റെ കൺസ്ട്രക്ഷൻ വർക്കറിന്റെ ഒരു സീന്, പിന്നെ സുനിൽനാഥ് സാറ് അടുത്ത് മറൈൻ ഡ്രൈവിന്റെ അവിടെ ഇരിക്കുന്നുണ്ട്. ശരിയാ. അത് നീയാണ് ഷൂട്ട് ചെയ്തത്. ഓക്കെ മനസ്സിലായി. അത് കൊറോണ സമയമായതുകൊണ്ട് ഓരോടത്തും ഓരോ ആൾക്കാരെ കൊണ്ട് ഷൂട്ട് ചെയ്യിക്കുന്ന പരിപാടിയായിരുന്നു. അയ്യോ, അത് 2020 അത് 2021 2019 കോവിഡ്, 2020 മായ ചെയ്തു. മായ കഴിഞ്ഞിട്ട് അത് 2020 കോവിഡ് ആയതുകൊണ്ടൊന്നും ചെയ്തില്ല. പിന്നെ 2021 ചെയ്തു. ശരി, 21. പിന്നെ അതിനുശേഷമാണ് ആ വർഷം തന്നെ ഹസ്ബൻഡ് എടുത്തത്, ഭർത്താവും ഭാര്യയും മരിച്ച 2 മക്കൾ. ആ വർഷം തന്നെ ഷൂട്ട് ചെയ്ത് ആ 2 സിനിമ അടുപ്പിച്ച് ഷൂട്ട് ചെയ്തു. IFFK ഉണ്ടായിരുന്നു. പിന്നെ ആനന്ദ് മൊണാലിസ, പിന്നെ അത് ലാസ്റ്റ് ലുക്കിംഗ് ഗ്ലാസ് എത്തി നിൽക്കുന്നു. IFFK-യിലുണ്ട്. മലയാളം സിനിമ ടുഡേ സെക്ഷനിൽ. അതെ, മലയാളം സിനിമ ടുഡേ സെക്ഷനിൽ
ദ ലുക്കിംഗ് ഗ്ലാസ് ഉണ്ട്. ഈ ഒറ്റയാൾ പാതയിലെ ഒരു സീൻ അല്ലേ? ഒറ്റയാൾ പാതയിൽ ഒരു സീൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ഒറ്റ സീനിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും പടങ്ങളും ബാബുസേന ബ്രദേഴ്സിന്റെ കൂടെ അതെ. ഈ ഒരു സീനിന്റെ അവിടെ നിന്ന് ഒരു എന്താ പറയാ ലീഡിങ് ആക്ടർ ആ ഒരു സീനിൽ ഹീറോ ഹീറോ അങ്ങനെ ഇപ്പം പടത്തില് ഹീറോ അതെ ലീഡിങ് റോൾ ചെയ്യാൻ പറ്റി. പിന്നെ അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അടുത്ത പടത്തിൽ സുനേത്ര തന്നെ സാർ വിളിച്ചത്, അതിൽ തന്നെ ലീഡിങ് റോൾ ചെയ്തു. ഞാനും ലീന ചക്രവർത്തിയായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. അതായിരുന്നു ഒരു മുഴുനീള വേഷം ചെയ്ത ആദ്യത്തെ സിനിമ സുനേത്ര. അങ്ങനെ പോകുന്നു. പിന്നെ നമുക്കൊരു സ്ഥിരമായിട്ട് തന്നെ നമ്മുടെ കലാവരൻ സാർ ആ ഒരു സ്ഥിരം ടീമുണ്ടല്ലോ. ആ ഉണ്ട്. ഞങ്ങളൊരു ഫാമിലി പോലെ ഇങ്ങനെ സെറ്റായിട്ട്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പം ബാബുസേനൻ ബ്രദേഴ്സ് ഷൂട്ട് ചെയ്യുന്നത് തന്നെ മായിലം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത് പടം മൊത്തം ഷൂട്ട് ചെയ്യുന്ന അത്ര 6 ദിവസം ഉണ്ടാവും. 5 ദിവസം ഒരു ദിവസം അവധിയും കിട്ടിയായിരുന്നു. ആ അപ്പോൾ ഏതിന്റെ ഷൂട്ടിലായിരുന്നു? മായയുടെ ഷൂട്ടിന്റെ സമയത്ത് ഇടയ്ക്ക് ഒരു ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ മൊത്തം 5 ദിവസം 6 ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു. നിനക്കുണ്ടായിരുന്നല്ലേ? ശരി. എനിക്ക് നിങ്ങളെ മാത്രം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടുമുമ്പ് എനിക്കൊന്ന് 6 ദിവസം ഉണ്ടായിരുന്നു തോന്നുന്നത്. അത് ഒരു ദിവസം കൊണ്ട്, സാധാരണ 5 ദിവസമാണ് മാക്സിമം ഉണ്ടാവാറുള്ളത്. അതൊരു ദിവസം കൂടുതലുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെക്ടിക്കായിട്ട് തോന്നൂലേ? ഇത്രയും ദിവസം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇതാണ് ലൈറ്റ് പോയല്ലേ? ആ